പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, നേപ്പാളിൽ ശക്തമായ മഴയും പ്രളയവും മണ്ണിടിച്ചിലും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വലിയ ആശങ്ക ലോകത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. വിനോദയാത്രയ്ക്കും തീർത്ഥാടനത്തിനുമായി നേപ്പാളിലെത്തിയ നിരവധി മലയാളി യാത്രികർ വിവിധയിടങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ചില മേഖലകളിലെ ആശയവിനിമയ സംവിധാനങ്ങൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നേപ്പാളിലുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് വിവരങ്ങൾ അറിയാതെ ഒരുപാട് കുടുംബങ്ങൾ ആശങ്കയിൽ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരെ നാട്ടിലേക്ക് എത്തിക്കാനുമായി നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയുമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സ്ഥിതിയും മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും ഇനിയും ബന്ധപ്പെടാനാകാത്തവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും വിശദമായി നമുക്കൊന്നറിയാം. നമുക്കൊപ്പം ഇപ്പോൾ ചേർന്നത് നോർക്കയുടെ CEO ശ്രീ രാജേഷ് മാധവനാണ്. ലീഡേഴ്സ് മോർണിംഗിൽ അദ്ദേഹമാണ് എനിക്കൊപ്പം ഉള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീ രാജേഷ് മാധവൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സർ. സർ, ഇപ്പോൾ പറഞ്ഞ പോലെ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം അത് അത്രയധികം ഭീകരമാണ്. ഇനിയും 53 മലയാളികളെ കുറിച്ച് അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അപ്ഡേറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ സർ? ഈ 53 എന്ന് പറയുന്ന ഒരു നമ്പർ മാറിയിട്ടുണ്ടോ, അതോ നമുക്ക് ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരുടെ കൃത്യമായൊരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോർക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ കാര്യത്തിൽ നമ്മളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടരന്വേഷണങ്ങളുണ്ടായിരുന്നു. അത് ഫാമിലി മെമ്പേഴ്സിലേക്ക് വന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് പേരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സാക്ട്ലി നമുക്കൊരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് തുടർന്ന് വരുന്ന സമയങ്ങളിൽ തരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പം സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട കാഞ്ഞങ്ങാട് നിന്നുള്ള 36 പേരും കോട്ടയത്ത് നിന്നുള്ള 16 പേരും ഉൾപ്പെടെയുള്ള സംഘങ്ങളെ ഇനി ഇവരെ നാട്ടിലേക്ക് എത്തിക്കണം. അപ്പം നോർക്ക ഇനി എന്തെങ്കിലും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? റോഡ് മാർഗവും വിമാനമാർഗവും ഉൾപ്പെടെ ഏതെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് നോർക്ക ഒരു ട്രാവൽ സപ്പോർട്ട് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അവർ ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് തുടർ നടപടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സർ, ഇപ്പം ഈ പ്രളയം കാരണം റോഡ് ഗതാഗതമൊക്കെ പലയിടത്തും തടസ്സപ്പെടുകയും പൊതുഗതാഗത സംവിധാനങ്ങളില്ല, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെയും ഇപ്പം ഇൻ്റർനെറ്റ് സേവനങ്ങളുമൊക്കെ പല സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. പുനഃസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചിലയിടങ്ങളിലൊക്കെ മലയാളികളടക്കം ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാകും, ചില സംഘങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാകും. ഇവർക്ക് അവശ്യ സാധനങ്ങൾ, അതായത് ഭക്ഷണം, വെള്ളം, അടിയന്തര വൈദ്യസഹായം ഇവയൊക്കെ ഒന്ന് ഉറപ്പാക്കാൻ നോർക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ല, അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കാര്യം ഓൾറെഡി നേപ്പാളിൽ വിവിധ ഹെൽപ്പ് ഡെസ്കുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഫുൾ സിംഗിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ, അവർക്ക് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടെയുള്ള സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തായിട്ടുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട് നോർക്കയ്ക്ക് ഡയറക്റ്റ് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല. ബട്ട് ത്രൂ MEA നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. രാജേഷ് സർ, ഇപ്പം ഞാൻ ചോദിക്കുന്നതിൽ ഇതിപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ നേപ്പാളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് വിസയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം എത്ര പേര് അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു കൃത്യമായ കണക്ക് എനിക്ക് തോന്നുന്നു നോർക്കയുടെ കയ്യിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പം നിലവിൽ ഈ ഒരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, ഇത്രയും പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, മലയാളികൾ അടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മളൊക്കെയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നിലവിൽ നോർക്കയ്ക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പരിമിതികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ ഈ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്ന കോളുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ പലരും സേഫ് ആണെന്നുള്ള രീതിയിലും കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ കുറച്ച് പേരെയാണ് ഇനിയിപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് കുറച്ചുകൂടി അതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡൽഹിയിലെ കേരള ഹൗസും വഴി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ചർച്ചകളിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അടിയന്തര രക്ഷാപ്രവർത്തന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് സർ? ഇല്ല, ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്. നമ്മളിലേക്ക് വന്ന വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അത് MEAക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നേരിട്ടാണ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോക്കലി നാട്ടിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന കൺക്ലൂഷൻസ് നമ്മൾ MEAയിട്ട് ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് തുടർ നടപടികളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ 53 പേരുടെ പട്ടികയ്ക്ക് പുറമെ നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലും കൂടുതൽ മലയാളികൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത നോർക്ക കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അതായത് കോളുകളുടെ നമ്പറിൽ പിന്നെ വലിയ വർധനവൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ട് എന്ന് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണത്തിൽ ഒരു വർധന വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ഇവർക്ക് ഈ പോകുന്ന സംഘത്തിനുള്ളിൽ പ്രായമായവരും കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ മാനസ സരോവർ യാത്ര, അതല്ലാതെ ഓണം വെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരല്ലാതെ പോയിട്ടുണ്ട്, വിനോദയാത്രയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ഹെൽത്ത് കാര്യങ്ങളൊക്കെ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ബന്ധുക്കൾ ആരെങ്കിലും നോർക്കയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നോ എന്നാണ്. അല്ല, ബന്ധുക്കളായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കേട്ടിട്ടില്ല. യാത്രയ്ക്കും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി പറഞ്ഞു കേട്ടിരുന്നത്. നമ്മളോട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ള അത്തരം വിവരങ്ങളാണ്. അല്ലാതെ ആരോഗ്യം സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് ഇതുവരെയും ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങളോ വന്നിട്ടില്ല. ഓക്കെ, രാജേഷ് സാർ, മറ്റൊന്ന്, ഇപ്പം ഈ നാട്ടിലെ വലിയ ആശങ്കയോടെ കാത്തിരിക്കുന്ന ബന്ധുക്കളുണ്ടല്ലോ, അപ്പോൾ ഇവരിലേക്ക് വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്കയ്ക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് വഴിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ഹെൽപ്പ് ഡെസ്കുകൾക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ്. അതിലേക്ക് നിരന്തരം ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സിൽ നമ്മൾ തിരികെ ബന്ധുക്കളുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ആ നടപടികൾ പൂർണ്ണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നമ്മളെടുത്ത് ആൾക്കാർ സേഫാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മളിപ്പോൾ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഇൻഫോ ആയിട്ട് കൂടി ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. കാരണം നേപ്പാളിലുള്ള ബന്ധുക്കളെ കുറിച്ച് ഇനിയും വിവരങ്ങൾ ലഭിക്കാത്തവർ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ പരാതി നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അല്ല, പ്രധാനമായിട്ട് അവരെ സംബന്ധിച്ചുള്ള എത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ളത് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ID അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെയുള്ള മൈന്യൂട്ട് വിവരങ്ങൾ, അവർ ലാസ്റ്റ് ലൊക്കേഷൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷൻ ഏതാണ്, അവർ എത്ര മണിക്ക് ഏത് ദിവസമാണ് സംസാരിച്ചത്, ലാസ്റ്റ് ഷെയർ ചെയ്ത വിവരങ്ങൾ എന്തൊക്കെയാണ്, അവർ ഫർദറായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ, ഈ വിവരങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും. ഓക്കെ, ഇപ്പം ഈ വിഷയം വന്നതിന് ശേഷം, ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം വാർത്താ മാധ്യമങ്ങളൊക്കെ മാക്സിമം സ്ഥിരീകരിച്ചതും 2-3 വട്ടം ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഓൺ എയർ പറയുന്നതും കൊടുക്കുന്നതും ഒക്കെയും. പ്രത്യേകിച്ച് നോർക്കയുമായിട്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും ഒക്കെ നേരിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ചിലയിടത്തെങ്കിലും അല്ലാത്ത വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ചില ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ നോർക്കയുടെ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരാനായിട്ട് ബന്ധപ്പെട്ട മേലധികാരികളുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും കൂടെ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എത്രയും വേഗം ബന്ധുക്കൾക്ക് അവരുടെ ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർ സേഫാണെന്നുള്ള കാര്യം അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഓഫീസുകളും. സോ അത് ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭവാർത്ത കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ സാർ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. എത്രയും വേഗം ഒരു കൃത്യമായ സംഖ്യ, ഒരു ശുഭവാർത്ത പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന ബന്ധുക്കളിലേക്ക് എത്തിക്കാൻ നോർക്കയ്ക്ക് കഴിയുമെന്നും ആഗ്രഹിക്കുകയാണ്.
ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു. ഓക്കെ ഓക്കെ